Hi everyone. In the previous class, we have already come across a theoretical ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ 4-5 പ്രോബ്ലംസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബാക്കി ക്യൂസ് ആയിട്ടും അസൈൻമെൻറ്റ്സ് ആയിട്ടും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. So first of all, we have the Lagrange's interpolation formula, and it is satisfying for n points of polynomial of degree n minus 1, and this is known as the Lagrange's interpolation method and its formula. അപ്പോൾ ഈ ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഗിവൺ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനാണ്. ഇപ്പം നമുക്ക് എക്സ് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് ആയിട്ട് വൈ വാല്യൂസ് ഒക്കെ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് എക്സ് എൻ വാല്യൂസ് എടുക്കുമ്പോൾ നമ്മൾ എക്സ് എൻ മൈനസ് 1, എക്സ് എൻ മൈനസ് 2 അങ്ങനെ എക്സ് 0 തൊട്ട് എക്സ് എൻ റീച്ച് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ പാർഷ്യൽ ഫ്രാക്ഷൻസും എടുക്കണം. സോ ദിസ് ഈസ് ദ ഫോർമുല വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്. സോ ഫസ്റ്റ് വി വിൽ ചെക്ക് വൺ എക്സാമ്പിൾ. Here you are given with values of x and its corresponding f of x value. അപ്പം 5 എന്ന് പറയുന്ന എക്സ് വാല്യൂസിന് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് വാല്യൂ 150 ആണ്. ദെൻ ഫോർ 7 you have 392. അങ്ങനെ 11, 13 and 17 ഉണ്ട്. You are set to evaluate f of 9 using Lagrange's formula. അപ്പോൾ ഈ എഫ് ഓഫ് 9 എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ എക്സ് വാല്യൂ 9 ആണ്. സോ 9 വിൽ ബി റിസൈഡിങ് ബിറ്റ്വീൻ 7 and 11. അപ്പം നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ഇതിൻ്റെ 392ൻ്റെതും 1452ൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ എഫ് ഓഫ് 9 എന്ന് പറയുന്ന വാല്യൂ. സോ മൂവിങ് ഓൺ ടു ദ സൊല്യൂഷൻ, വി കൺസിഡർ x0 is equal to 5, x1 is equal to 7, x2 is equal to 11, x3 is equal to 13 ആൻഡ് ലൈക്ക്വൈസ് ടിൽ എപ്പോഴാണ് എക്സ് തീരുന്നത് അതുവരെ നമുക്കത് ഫോളോ ചെയ്യാം. അപ്പോൾ ഇവിടെ 17ലാണ് എക്സ് തീരുന്നത്. സോ x4 equal to 17. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് y0 to y4 വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദെൻ വി ആർ കൺസിഡറിങ് x equal to 9. അപ്പോൾ നമുക്ക് x0, x1 to xn വരെയുള്ള പോയിന്റ്സ് ഉണ്ട്. നമുക്ക് എക്സ് വാല്യൂ ആണ് 9. അപ്പം ഒന്നെങ്കിൽ ഇക്വേഷനിൽ അത് സാറ്റിസ്ഫൈ ചെയ്തിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഫുള്ളി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം x equal to 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. സോ ഹിയർ വി മൂവ് ഓൺ വിത്ത് Lagrange's formula. Lagrange's ഫോർമുലയിൽ ആദ്യം y0 ഇൻറ്റു അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് ഓരോ ടൈം നമ്മൾ എക്സ് മൈനസ് x0, എക്സ് മൈനസ് x1, x minus x2, x minus x3, x minus x4 divided by x minus x1, x minus x2, x minus x3, x minus x4 x0 ആണ്. ഈ മേലത്തെ എല്ലാം എക്സ് ടേംസും താഴത്തെല്ലാം x0 ടേംസും ആണ്. എന്നിട്ട് അതിനുശേഷം എക്സിൻ്റെ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ x0 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇവിടെ നമ്മൾ x1 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വി ഹാവ് x2, then we have x3 as 13, then we have x4 as 17. ഓരോ ടൈമിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് വാല്യൂസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ഓരോ ഇൻഡിവിജ്വൽ ഫ്രാക്ഷൻസിനെയും നമ്മൾ ഇൻഡിവിജ്വലി തന്നെ കൺസിഡർ ചെയ്തു. അത് മോഡിഫൈ ചെയ്തപ്പോൾ വി ഹാവ് ഗോട്ട് 810 ആസ് ദി ആൻസർ. സോ ഇങ്ങനെ ഒരു ആൻസർ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം വെരിഫൈ ചെയ്യേണ്ടത് നമ്മുടെ എഫ് ഓഫ് 9 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് 810 കിട്ടിയത്. സോ 810 ഇസ് ലൈങ് ബിറ്റ്വീൻ 392 ആൻഡ് 1452. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റാണ് നമുക്ക് പറയാം. ഓക്കെ, ഇങ്ങനെയാണ് ലഗ്രാഞ്ചസിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ സെക്കൻഡ് പ്രോബ്ലം. ഹിയർ യു ആർ ഗിവൺ വിത്ത് സെയിം ഡിസ്ക്രീറ്റ് ഡാറ്റാസ് ആണ്. 0 തൊട്ട് 5 വരെ റേഞ്ച് ചെയ്യുന്ന എക്സ് വാല്യൂസും 2 തൊട്ട് 147 വരെ റേഞ്ച് ചെയ്യുന്ന എഫ് ഓഫ് എക്സ് വാല്യൂസും. യു ആർ ടോൾഡ് ടു ഫൈൻഡ് ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ബൈ യൂസിങ് Lagrange's formula and hence find the f of 3. അപ്പോൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് പോളിനോമിയലാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ യു ആർ സെറ്റ് ടു ഫൈൻഡ് ഔട്ട് ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ്. സെക്കൻഡ് വൺ ഇസ് യു ആർ സെറ്റ് ടു ഫൈൻഡ് ഔട്ട് ദ എഫ് ഓഫ് 3. അപ്പോൾ ആദ്യം തന്നെ എഫ് ഓഫ് എക്സ് മാത്രം കണ്ടുപിടിച്ചിട്ട് അതിൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല. ആ എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ പോളിനോമിയൽ. പിന്നെ അതിനുശേഷം അതിൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് വി ഗെറ്റ് എഫ് ഓഫ് 3. സോ ആസ് ദ പ്രീവിയസ് പ്രോബ്ലം സെയിം പോലെ തന്നെ നമ്മൾ x0, x1, x2, x3യുടെ വാല്യൂസ് ഇട്ടു, y0, y3യുടെ വാല്യൂസ് ഒക്കെ ഇട്ടു, ലഗ്രാഞ്ചസ് ഫോർമുല അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എക്സിൻ്റെ വാല്യൂസ് ഒന്നും നമ്മളിവിടെ കൊടുത്തിട്ടില്ല. വി നോ എക്സിൻ്റെ വാല്യൂ 3 ആണെന്ന്, ബട്ട് ഫോർ ദ ടൈം ബീയിങ് വി ആർ സെറ്റ് ടു ഫൈൻഡ് ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ്. സോ വി ആർ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് എക്സ്. സോ ആഫ്റ്റർ ഡിറൈവിംഗ് ഓൾ ദിസ് വി വിൽ ഗെറ്റ് എഫ് ഓഫ് എക്സ് ആസ് x³ പ്ലസ് x² മൈനസ് x+2. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. Next we are told to substitute 3 for x.
അപ്പം 3 ക്യൂബും പ്ലസ് 3 സ്ക്വയർ മൈനസ് 3 പ്ലസ് 2 ആൻഡ് വി ഗെറ്റ് 35 ആസ് ദ ആൻസർ. അപ്പോൾ എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 35. ഗോ ചെക്ക് ദ ടേബിൾ. 3 is between 2 and 5. So 35 is between 12 and 147. അപ്പോൾ അത് ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്രോബ്ലം. നെക്സ്റ്റ് വി ഹാവ് തേർഡ് പ്രോബ്ലം. തേർഡ് പ്രോബ്ലം ഒരു കേർവ് ആണ്. അപ്പം കേർവിലെ പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എക്സിൻ്റെ വൈൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. So a curve passes through the point 0, 18, 1, 10, 3, minus 18 and 6, 90. Find the slope of the curve at x equal to 2. So here the curve passes through the 4 points, hence you will get x0, y0, x1, y1, x2, y2 and x3, y3 as the 4 points. x0 എന്നാണ് എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 പോയിന്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ x3 വരെ അത് പോകും. അങ്ങനെ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ ലഗ്രാഞ്ചസ് ഫോർമുല പോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തു. ഈ ഫോർമുല എല്ലാവരും ഒന്ന് ബൈ ഹാർട്ടായിട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കിയോ എങ്ങനെയെങ്കിലും നിങ്ങളുടെ മെത്തേഡ് വെച്ചിട്ട് ഈ ഫോർമുല ഒന്ന് പഠിക്കുക. ഓക്കെ, ആ ഫോർമുലയിൽ വേണം നമുക്ക് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആദ്യം കൊടുക്കണ്ട, എല്ലാം കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്താലും മതി. വി ഗെറ്റ് ദ പോളിനോമിയൽ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി കേർവ് ആണ്. ഒരു സ്ലോപ്പ് ഓഫ് ദി കേർവ് അറ്റ് എക്സ് ഈക്വൽ ടു 2 എന്ന് അറിയുമ്പോൾ നമ്മൾ ഇതൊരു ലൈനിൻ്റെ ഒരു കേർവിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ ലഗ്രാഞ്ചസ് ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ്ലി എക്സ് ഈക്വൽ ടു 2 ഇട്ട് കൊടുക്കാൻ പാടില്ല. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ സ്ലോപ്പ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഇൻഡിവിജ്വലി കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ വി ഷുഡ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് എഫ് ഓഫ് എക്സ്. യൂഷ്വലി ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് വിൽ ബി ദാറ്റ് ഫംഗ്ഷൻസ് ഡെറിവേറ്റീവ്. അതുകൊണ്ട് തന്നെ വി ഷുഡ് find out the derivative for this particular function. So dy by dx where x is equal to 2. അപ്പം 2x ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3 into 2 6x സ്ക്വയർ ആണ്. മൈനസ് 10x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 10 into 2 ദാറ്റ് ഇസ് 20x പ്ലസ് 18ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനിൽ നമ്മൾ x equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ സ്ലോപ്പ് ഓഫ് ദി ഇക്വേഷൻ ആസ് -16. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് പോയിന്റ്സ് ആണ്. ഡിസ്ക്രീറ്റ് ഡാറ്റാസ് ക്യാൻ ബി എനി ടൈപ്പ്. കേർവിലൂടെ പാസ് ചെയ്യുന്ന പോയിന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ ഡാറ്റ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറയുമ്പം പർട്ടിക്കുലർലി ടാബുലർ ഫോം നേരത്തെ ഇതുപോലെ ആവണമെന്നില്ല. കേർവ് പാസ് ചെയ്യുന്ന പോയിന്റ്സ് ആയാലും തന്നാൽ മതി. എല്ലാം ഡിസ്ക്രീറ്റ് ഡാറ്റ സാറ്റിസ്ഫൈ ചെയ്താൽ മതി, അൺഈക്വൽ ഇൻ്റർവെൽസും സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് വേണം ലഗ്രാഞ്ചസ് ഫോർമുല എപ്പോഴും അപ്ലൈ ചെയ്യണം. അതിനുശേഷം മാത്രം ക്വസ്റ്റ്യൻ നല്ലോണം തറവായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എക്സിൻ്റെ വാല്യൂ എപ്പോഴാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ സ്ലോപ്പൊക്കെ വരുന്ന കേസിൽ ലഗ്രാഞ്ചസ് ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് വേണം യു ഷുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എക്സ്. സോ ഹെൻസ് യു ഗെറ്റ് ദ പോയിന്റ് ആസ് -16 ആസ് ദ സ്ലോപ്പ് ഓഫ് ദി കർവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യു ഹാവ്. ഈ ഒരു ക്വസ്റ്റ്യൻ യൂസിങ് ലഗ്രാഞ്ചസ് ഫോർമുല എക്സ്പ്രസ് ദ ഫംഗ്ഷൻ ഇസ് ഗിവൺ ഹിയർ ആസ് എ സം ഓഫ് പാർഷ്യൽ ഫംഗ്ഷൻ. അതായത് ഇവിടെ ചെറിയ പാർഷ്യൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പം ഇങ്ങനെയാണ് പാർഷ്യൽ ഫങ്ഷൻസ് വരിക. ദാറ്റ് ഈസ് യു ആർ ഡിവൈഡിങ് ദിസ് ഹോൾ ഫങ്ഷൻ ഇൻ ടു എ സം ഓഫ് ടു ഓർ മോർ ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ അതാണ് പാർഷ്യൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ചെറിയ ഫങ്ഷൻസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു വലിയ ഫങ്ഷൻ കിട്ടും. അപ്പം ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ഡിനോമിനേറ്റേഴ്സ് ആണ്. ഡിനോമിനേറ്റർ യു ഹാവ് x-1, x-2 ആൻഡ് x-3. അപ്പം ഇവിടെ എക്സിന് 1 കൊടുത്താൽ ഇറ്റ് ബിക്കംസ് 0. ഇവിടെ എക്സിന് 2 കൊടുത്താൽ ഇറ്റ് ബിക്കംസ് 0. ഇവിടെ എക്സിന് 3 കൊടുത്താൽ ഇറ്റ് ബിക്കംസ് 0. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആവുന്ന കേസിൽ ഇറ്റ് വിൽ ബി നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ വി ഷുഡ് കൺസിഡർ ദിസ് പർട്ടിക്കുലർ ന്യൂമറേറ്റർ ആസ് അവർ y. That is 3x square plus x plus 1 as our y, and we should take x is equal to 1, 2 and 3. ഇതെന്ന് വെച്ചാൽ നമുക്കൊരു ടാബുലർ ഫോർമുല ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ എക്സിൻ്റെ വാല്യൂസ് നമ്മൾ x0 1 എന്ന് കൊടുത്തു, x1 2 എന്ന് കൊടുത്തു, x2 3 എന്ന് കൊടുത്തു. എന്നിട്ട് ഈ വാല്യൂസ് നമ്മൾ ഈ വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വെൻ യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 in y, you get y0 equal to 5. When you are substituting 2 in y, you get y1 equal to 15. And when you are substituting 3 in y, you get 31 as your y2. So നമുക്ക് ഇപ്പോൾ ഒരു ടാബുലർ ഫോർമുല ഡാറ്റ റെപ്രസെൻറ്റേഷൻ കിട്ടി. ഇനി നമുക്ക് ലഗ്രാഞ്ചസ് ഫോർമുല അപ്ലൈ ചെയ്യാം. സോ ഹിയർ യു ആർ നോട്ട് ഗിവൺ വിത്ത് ദ എക്സ് വാല്യൂ നമുക്ക് അറിയില്ല. അപ്പം നമുക്കിതിൻ്റെ പാർഷ്യൽ ഫങ്ഷൻസ് ആണെന്ന് പറയുന്നത്. അപ്പം ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഫംഗ്ഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നില്ല. നമ്മൾ പാർഷ്യൽ ഫംഗ്ഷൻ ആക്കി ഇത്രയും ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോ പോയിന്റ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏറ്റവും അവസാനം നമുക്ക് അതേ ഡിനോമിനേറ്റേഴ്സ് വെച്ചിട്ടുള്ള 3
സിംഗിൾ ഫങ്ഷൻസ് കിട്ടും. അപ്പോൾ ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോഴാണ് ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നമുക്ക് കിട്ടുന്നതാണ് പറയുന്നത്. സോ ദിസ് ഇസ് ഹൗ യു ക്യാൻ സ്പ്ലിറ്റ് ദ സം ഓഫ് പാർഷ്യൽ ഫംഗ്ഷൻ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഹിയർ യു ഹാവ് ടു ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ഇൻ ദ ഫോളോയിങ് ടേബിൾ യൂസിങ് ഇൻ്റർപോളേഷൻ. ഇൻ്റർപോളേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ലഗ്രാഞ്ച് ഇൻ്റർപോളേഷൻ ഫോമിൽ അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 0ന് കറസ്പോണ്ടിങ് y വാല്യൂ ഉണ്ട്, 1ന് കറസ്പോണ്ടിങ് 3 ഉണ്ട്, 2ന് കറസ്പോണ്ടിങ് 9 ഉണ്ട്, 4ന് കറസ്പോണ്ടിങ് 81 ഉണ്ട്, 3നാണ് ഇല്ലാത്തത്. അപ്പം അവർ എക്സ് വാല്യൂ വിൽ ബി 3, ദാറ്റ് ഈസ് എഫ് ഓഫ് 3 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. യൂഷ്വലി ഉള്ള പോലെ തന്നെ ലഗ്രാഞ്ചസ് ഫോമിലുണ്ട് x0, x1, x2 ആ വാല്യൂസ് എടുക്കുക. ഇവിടെ നമ്മൾ 3 എടുക്കണ്ട, 2 കഴിഞ്ഞ് പിന്നെ നമ്മൾ 4 എടുത്താൽ മതി. ഓക്കെ, കാരണം ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. അതിനുശേഷം നമ്മൾ ഇത് ഫുള്ള് ഡിറൈവ് ചെയ്ത് നമ്മൾ x0, x1, x2ൻ്റെ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുത്ത് എഫ് ഓഫ് എക്സിൻ്റെയും വാല്യൂസ് എല്ലാം ഇട്ട് കൊടുത്ത് അറ്റ് ലാസ്റ്റ് x=3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x=3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് 31. അപ്പോൾ ഈ 31 എന്ന് പറയുന്ന വാല്യൂ 9 × 81ൻ്റെ ഇടയിലാണ്. ഓക്കെ, സോ ഹെൻസ് ഇറ്റ് സാറ്റിസ്ഫൈസ്. അപ്പം ദെൻ യു ഗെറ്റ് x=3, ദെൻ യുവർ y will be equal to 31. അപ്പം നമ്മുടെ x=3 എന്ന് പറയുന്ന ഇത് തന്നിട്ടുണ്ട്. നമ്മൾ മിസ്സിംഗ് ടേം ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ലഗ്രാഞ്ചസ് ഫോർമുലാസ് എല്ലാം അപ്ലൈ ചെയ്തു, എക്സിൻ്റെ വാല്യൂസും കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം നമ്മൾ യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 3. അപ്പോൾ എപ്പോഴും ലഗ്രാഞ്ചസ് പ്രോബ്ലം ചെയ്യുമ്പം ഇപ്പം സാധാരണ പോലെ തന്നെ അപ്ലൈ ചെയ്യാൻ ഒരു വാല്യൂ തന്നിട്ടുണ്ട്, യു ആർ നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതല്ല ഇപ്പോൾ സ്ലോപ്പൊക്കെയാണ്, ഇക്വേഷൻസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ ബെറ്റർ ആദ്യമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, ഏറ്റവും അവസാനം ആ ഒരു ഫംഗ്ഷൻ കിട്ടിയതിന് ശേഷം സ്ലോപ്പ് ആണെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എക്സ് വാല്യൂസ്. ഓക്കെ, സോ ഇത്രയാണ് ലഗ്രാഞ്ചസ് വെച്ചിട്ടുള്ള പ്രോബ്ലം. ബാക്കി പ്രോബ്ലംസും ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ക്വിസിലും അസൈൻമെൻറ്റ്സ് ആയിട്ട് തരാം. Thus we come to the end of this section. Thank you.